SDPIയുടെ നേതൃത്വത്തിൽ നാളെ അവകാശ നിഷേധങ്ങൾക്കെതിരെ പൗരാവകാശ റാലിയും പൊതുസമ്മേളനവും വടകരയിൽ സംഘടിപ്പിക്കുമെന്ന് SDPI ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SDPI ദേശീയ പ്രവർത്തക സമിതി അംഗം അജ്മൽ ഇസ്മായിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. SDPI നാളെ വടകരയിൽ പൗരാവകാശ റാലി നടത്തുകയാണ്. അവകാശ നിഷേധങ്ങൾക്കെതിരെയാണ് പൗരാവകാശ റാലിയും പൊതുസമ്മേളനവും വടകരയിൽ നടത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് വടകര പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങി സാംസ്കാരിക ചത്തുരത്തിൽ സമാപിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ ദേശീയ സമിതി അംഗം അജ്മൽ ഇസ്മായിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കെ ഷമീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, വർത്തമാന കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് അവകാശ നിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് ഭരണകൂടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം പല നിലക്കുള്ള നിലപാടുകൾ, ഇപ്പോൾ ദേശീയ ഗീതം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയൊരു സാധനം കൊണ്ടുവന്നു. ഇതൊക്കെ രാജ്യത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ ജനങ്ങൾക്ക് തൊഴിലില്ല, അതുപോലെ തന്നെ ജീവിക്കാനുള്ള വകയില്ല. ഇതൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇത്തരം ജനഗണമനക്ക് മുമ്പ് ഇത് പാടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയ കേന്ദ്ര സർക്കാർ വരികയാണ്. ഇത്തരം സംഗതിൻ്റെ മുകളിൽ തന്നെ നമുക്കറിയാം, ബംഗാളിലൊക്കെ ഇതിനു മുമ്പ് വലിയ കലാപങ്ങൾ അടക്കം നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പല നിലയിലും രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് കരാറിൽ ഒപ്പിട്ടു. അമേരിക്കയുമായി കരാറിൽ ഒപ്പിട്ടത് ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരും രാജ്യസഭാ അംഗങ്ങളൊക്കെ ഉണ്ടിട്ട് അവിടെ പോലും ചർച്ച ചെയ്യാതെയാണ് ഒപ്പിടുന്നത്. അതിനുശേഷം ഇപ്പോൾ പിന്നീടാണ് ഇതുമായിട്ട് കരാറൊക്കെ ഒപ്പിട്ടതിന് ശേഷമാണ് പിന്നെ ലോകസഭയിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരെ പോലും നോക്കി കുത്തിയാക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ പോലും നിഷേധിച്ചിട്ടാണ് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയൊക്കെ ഏകാധിപത്യ രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം വലിയ രീതിയിൽ ഭീഷണി സംഭവിക്കുകയാണ്. അത് പിന്നെ അമേരിക്കയിൽ നിന്ന് ഉൽപ്പാദനം ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരുപാട് തീരുവ കുറച്ചുകൊണ്ട്, നികുതി കുറച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വലിയ രീതിയിൽ ഇടിവ് വരുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ അന്യായമായി തടവിലിടുകയാണ് ഒരുപാട് ആളുകളെ. വിചാരണ തടവുകാരായിട്ട് വർഷങ്ങൾ 5 വർഷവും 10 വർഷമായിട്ട് കഴിയുന്ന ആളുകൾ ഇന്നും ജയിലിലുണ്ട്. എന്ത് കുറ്റമാണ് ചെയ്യുന്ന അറിയാതെ അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് കേവലം സംഘപരിവാർ അജണ്ടകളെ തുറന്നു കാണിച്ചു എന്നതിൻ്റെ പേരിൽ പോലും പല ആളുകളെയും ഇന്നും ജയിലറക്കുള്ളിൽ തള്ളപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഇന്നും രാജ്യത്ത് ഒരുപാടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ജയിലറക്കുള്ളിൽ കഴിയുകയാണ്. അതേപോലെ തന്നെ ഭരണകൂടം ആണ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ വീടടക്കം നിർമ്മിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഭരണകൂടം തന്നെ ബുൾഡോസർ രാജിലൂടെ വീടുകൾ തകർക്കുകയാണ്. ഇത്തരം ഒരുപാട് അന്യായങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ രാജ്യത്തോട് സ്നേഹമുള്ള മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യം പൂർവ്വസൂരികളായ സ്വതന്ത്ര സമര സേനാനികൾ സ്വപ്നം കണ്ടത് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമൊക്കെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു സുന്ദര രാജ്യമായിരുന്നു അവർ സ്വപ്നം കണ്ടത്. പക്ഷേ ഭരണകൂടം ഇന്ന് നമ്മുടെ RSSൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കൃത്യമായി വിഭജന രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് വിഭജിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കണക്ക് പ്രകാരം ചുരുങ്ങിയ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുക എന്നല്ലാതെ മറ്റുള്ളവരൊക്കെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ നയനിലപാടുകളും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം നെറുകേടുകൾക്കെതിരെ മുഴുവൻ ആളുകളും പ്രതിഷേധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് SDPI സംസ്ഥാന വ്യാപകമായി ഇത്തരം അവകാശ നിഷേധങ്ങൾക്കെതിരെ പൗരാവകാശ റാലി നടത്തുന്നത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരം പൗരാവകാശ റാലി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ വടകരയിൽ 14-ാം തീയതി വടകരയിൽ 4 മണിക്ക് വടകര പുതിയ സ്റ്റാൻഡിൽ തുടങ്ങുന്ന ഒരു വൻ റാലി നടക്കുന്നത്. ഈ പരിപാടിയിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.